വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. രാമക്ഷേത്രത്തിൽ കയറാൻ പോയപ്പോഴാണോ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ടായതെന്ന് പിണറായി വിജയൻ പരിഹസിച്ചു. മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധിച്ചു. കെ.സി. വേണുഗോപാലിനെയും കെ. സുധാകരനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വയനാട്ടിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ രാഹുൽ ഗാന്ധിയെ മുൻപില്ലാത്ത വിധത്തിലാണ് മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത്. രാഹുലിനെതിരായ കേസുകളിലൊന്ന് രാമക്ഷേത്രത്തിൽ കയറാൻ പോയപ്പോഴുണ്ടായതാണോ എന്ന് പിണറായി വിജയൻ. രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകളുണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് ഈ രാമക്ഷേത്രത്തിൽ കയറാൻ പോയ കേസാണോ എന്നത് അദ്ദേഹം പരിശോധിച്ചാൽ നല്ലതാണ്. മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധിച്ച ആനി രാജയ്ക്കെതിരെ രാജ്യരക്ഷാ നിയമം ചുമത്തി. രാഹുൽ ഇതിനെതിരെ പ്രതിഷേധിച്ചോ എന്നും ചോദ്യം. മണിപ്പൂർ പ്രശ്നം വന്നപ്പോ ആനി രാജയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തില് അവരെ കൈകാര്യം ചെയ്ത് എങ്ങനെയാ? രാജ്യരക്ഷാ കുറ്റം ചാർത്തിക്കൊണ്ടാണ്. കോൺഗ്രസിന് പറയാൻ കഴിയോ ഞങ്ങളെ രാഹുൽ ഗാന്ധി ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ടായി, ഇതാ മുന്നിലുണ്ടായി? എന്തേ പറയാൻ പറ്റാത്തത്? പൗരത്വ ബില്ലിനെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. സംഘടനാ ജനറൽ സെക്രട്ടറി അടുത്തിരുന്ന് ചിരിച്ചതായും കെ.സി. വേണുഗോപാലിനെ ലക്ഷ്യമിട്ട് പിണറായി. കോൺഗ്രസ് പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, രാത്രി ആലോചിച്ചിട്ട് പറയാം. അപ്പോ അടുത്തു നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഖാർഗെയും പങ്കെടുക്കുന്നു. വേണ്ടിവന്നാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷനുള്ള സംസ്ഥാനമാണ് കേരളമെന്നും പലസ്തീന് പകരം ഇസ്രയേലിനെ അംഗീകരിക്കാൻ തുടങ്ങിയത് നരസിംഹറാവുവിന്റെ കാലത്താണെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിലമ്പൂരിലെ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.